ചില വിശകലനങ്ങൾ നമുക്കൊന്ന് നോക്കാം, ചില കണക്കുകൾ നോക്കി അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോവുകയാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രവേശനം ഈ NDAയിലേക്ക് 2020 വന്നതിന് ശേഷം ഇനി എന്ത് സംഭവിക്കും തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് 2016 നിയമസഭാ ഇലക്ഷനിൽ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ, UDFന് 65,445 വോട്ട് ലഭിച്ചിട്ടുണ്ട്. LDFന് 62,766 വോട്ടാണ്. NDAക്ക് ലഭിച്ചിരിക്കുന്നത് 16,459 വോട്ടാണ്. UDFന്റെ ലീഡ് 2,679 ഇനി നേരെ നമ്മൾ ഇതിപ്പോൾ 2016 നിയമസഭയാണ്. അത് കഴിഞ്ഞ് നമുക്ക് 2021 നിയമസഭാ ഇലക്ഷനിലെ വോട്ടുകളൊന്ന് പരിശോധിക്കാം. അപ്പോഴേക്കും 2020 കൂടി അവിടെ ഉണ്ട്. അതിൽ LDFന് കിട്ടിയ വോട്ടുകൾ നോക്കൂ, 52,351 വോട്ടുകളാണ്. UDFന് 49,636 വോട്ടുകൾ. 2020ക്ക് 42,701 വോട്ടുകളുണ്ട്. BJPക്കാണെങ്കിൽ 7,218 വോട്ടുകളുണ്ട്. ഇപ്പോൾ സംഭവിച്ച ഈ സഖ്യം നിലവിൽ സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ കിട്ടും എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഈ 2020യുടെയും BJPയുടെയും വോട്ടുകൾ കൂട്ടുമ്പോൾ തന്നെ നോക്കൂ, 42,701 പ്ലസ് 7,218 എന്ന് പറയുമ്പോൾ തന്നെ 49,000 എന്നൊരു കണക്കിലേക്ക് എത്തുകയുള്ളൂ. അപ്പോഴും 2021 നിയമസഭയിൽ LDFന്റെ ലീഡ് 2,715. LDF ആണ് ജയിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്തോ UDFനൊപ്പമേ വോട്ടുകളെ ലഭിക്കുകയുള്ളൂ. അതായത് 2021 നിയമസഭാ ഇലക്ഷനിലെ അതേ വോട്ട് പാറ്റേൺ ആണെങ്കിൽ ഈ ഒരു സഖ്യത്തിന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ UDFന് കിട്ടിയിരിക്കുന്നത് നോക്കൂ, 52,523 വോട്ടാണ്. 2020ക്ക് കിട്ടിയിരിക്കുന്നത് 46,163 വോട്ടാണ്. LDFന് 39,089 വോട്ട് കിട്ടിയപ്പോൾ BJPക്ക് 8,145 വോട്ട് കിട്ടിയിരിക്കുന്നു. അവിടെ UDFന്റെ ലീഡ് എന്ന് പറയുന്നത് 6,360. ഇവിടെ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. നോക്കൂ, BJPയുടെയും 2020യുടെയും വോട്ടുകൾ കൂട്ടി നോക്കുമ്പോൾ ഈ 2024 ലോക്സഭ ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേൺ ആണ് ഇനി സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഈ സഖ്യത്തിന് ഒരു വിജയം പ്രതീക്ഷിക്കാം. കാരണം 54,000-ഓളം വോട്ടുകൾ വരും. അപ്പോൾ ഇതൊരു വിജയമായി തന്നെ കണക്കാക്കാം ഇതേ വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ. ഇനി അടുത്ത ഇലക്ഷൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ UDFന് 55,888 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. 2020ക്ക് 50,712 കിട്ടിയിട്ടുണ്ട്. LDFന് 43,041. BJPക്കാണെങ്കിൽ 7,788 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. UDFന്റെ ലീഡ് എന്ന് പറയുന്നത് 5,176. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് BJPയുടെയും 2020യുടെയും വോട്ടുകൾ കൂട്ടി നോക്കുകയാണെങ്കിലും അവിടെയും ഒരു വിജയ സാധ്യത കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പറയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയോ അതേ വോട്ടിംഗ് പാറ്റേൺ ആണ് തുടരുന്നതെങ്കിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭയിൽ ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്. അത്തരമൊരു വിലയിരുത്തലാണ് സാബു M. ജേക്കബ് ഉള്ളത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ? ഇപ്പോഴാ നമ്മൾ പാർട്ടി വിട്ടു പോകുന്ന പ്രവർത്തകരുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. ഇതൊരു വലിയ കണക്കിലേക്ക് പോകുമോ? കൂടുതൽ പേർ പാർട്ടി വിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. അങ്ങനെയെങ്കിൽ ഈ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഉള്ള ഈ കണക്കുകളിൽ നിന്നുള്ളതൊക്കെ മറയുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്.